ഈ ഡ്രസ്സിങ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുകയെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയാം. മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു എസ്തറ്റിക് വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഡ്രസ്സിങ് ഒന്ന് കറക്റ്റ് ആയിരിക്കണം. എത്ര നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടു ഒരു അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ്യൂംസ് അതിൻ്റെ ഫുൾ പ്രസൻറ്റേഷൻ ഇല്ലെങ്കിൽ അതും മോശമാണ്. ഇനി അല്ല നമ്മൾ ഭയങ്കര മേക്കപ്പൊക്കെ ചെയ്ത് ഭയങ്കര ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഡ്രസ്സ് കൊള്ളില്ലെങ്കിൽ അപ്പോഴും പോയി. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാം ഒരു കോംപ്ലിമെൻ്ററിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് പരസ്പര പൂരങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, അതുപോലത്തെ സംഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഹെയർ, അതുപോലെ ആക്സസറീസ്, ഫുഡ് വെയർ, എല്ലാം വാച്ചസ്, അതുപോലെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഏറ്റവും ഭംഗിയായാൽ നമ്മുടെ ലുക്ക് എലിവേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, 7 വർഷമായി ഞാൻ ഇങ്ങനെ നിന്ന് പ്രസൻറ്റ് ചെയ്യണു, എന്തിനായിരിക്കുമെന്ന് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതിനുപരി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഞാൻ ഇത്രയും ഒരു എഫേർട്ട് ഇടുന്നതിൻ്റെ ഒരു കാര്യം. എനിക്കത് വേണമെങ്കിൽ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലിരുന്ന കസേരയിലും അല്ലെങ്കിൽ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഓരോ ഡ്രസ്സ് ഇതാണ് ഇപ്പോഴത്തെ ബുക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും അവരെന്താണ് അതിൽ സ്വപ്നം കണ്ടിട്ടുള്ളതെന്ന്. പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നം കണ്ട് എങ്ങനെയായിരിക്കും ആ വീഡിയോ അത്ര വിഷനോട് കൂടി കാണുന്ന ഒരാളാണ്. അത്ര ഇഷ്ടമാണ്. കാരണം അപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച് അതിൻ്റെ ഭംഗി നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ആവുന്നിടത്തോളം കാലം, എത്ര കാലം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം അതിങ്ങനെ കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ മനസ്സിലുള്ളൊരു സംഭവമാണ് റെഡിയായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. അതുപോലെ അതിനുപയോഗിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ എന്താ പറയുക വളരെ ചൂസി ആയിട്ട് ചെയ്താൽ കുറച്ചുകൂടി രസമായിരിക്കും. ഇപ്പോൾ ഇയർ റിങ് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ഉപയോഗിക്കുന്ന റിങ്ങൊക്കെ ആയിക്കോട്ടെ, എന്ത് സാധനമായാലും നമ്മളുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് അതിലേക്ക് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നതിന് നമ്മൾ ഒരുപാട് റെഫറൻസസ് എടുക്കണം, നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ഫീല് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ.